Hi, I'm Dr. Alda Davis. I'm here at East Tea Spill the Tea by Social PR. Now let's play Guess the Correct Logo. Second. First. Second. കറക്കി കുത്താണ്, എനിക്കറിയില്ല. സെക്കൻഡ്. ഫസ്റ്റ്. സെക്കൻഡ്. ഫസ്റ്റ്. 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 സെക്കൻഡ്. First. So now we are going to play Never Have I Ever. If every time my answer is yes, I'm going to sip my East tea. I think it's a no. Usually അങ്ങനത്തെ ഒരു സർക്കംസ്റ്റൻസസ് വരുമ്പോൾ കഴിയുന്നതും ഞാൻ എന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഹസ്ബൻഡ് നന്നായി കൺട്രോൾ ചെയ്യാറുണ്ട്. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ല, പബ്ലിക്കലി അങ്ങനെ വന്നിട്ടില്ല. യെസ്, അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. യൂഷ്വലി മെൻ്റൽ ഹെൽത്ത് ഞാൻ എൻ്റെ ഇങ്ങനെ എന്താ പറയുക മോശമാക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കാത്ത ആളാണ്. പക്ഷേ സ്റ്റിൽ പേഴ്സണൽ ലോസ് അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക. സോ അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് എൻ്റെ ലൈഫിലും വന്നപ്പോൾ ലൈക്ക് മൈ ഫാദേഴ്സ് ലോസ്, ആ സമയത്ത് ഐ ടുക്ക് എ ബ്രേക്ക് ബിക്കോസ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അല്ലാതെ ഒരു എന്താ പറയുക മെൻ്റൽ ഹെൽത്തിൽ ഡിസ്റ്റർബൻസ് വരുത്തുന്ന പോലത്തെ ഒന്നിനും ഞാൻ നിന്നു കൊടുക്കാറില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് വളരെ കുറവാണ്. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് ഹാൻഡിൽ ചെയ്യുക. ബിക്കോസ് ദാറ്റ് ഈസ് എ പവർഫുൾ ടൂൾ എന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രൊഫഷണലി ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കാറ്. അങ്ങനെ ഉണ്ടായിട്ടില്ല, സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. യെസ്, അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്നും ഞാൻ കൺട്രോൾ ചെയ്യാൻ നോക്കും, ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിച്ചേക്കാളും എക്സീഡ് ചെയ്യും ലിമിറ്റ്. ഈവൻ ദോ ഫോണിൽ പോലും ഞാൻ ലിമിറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ പ്രസ് ഇഗ്നോർ ലിമിറ്റ്, എന്നിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ശ്രമിക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ശരിയാവുന്നില്ല. യെസ്, ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് രണ്ടുപേരും റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ആ ഫൈറ്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അവിടെ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് തോന്നും ഞാനാണ് കൂടുതൽ ചെയ്തത്, ഇവൻ ബാസിനും തോന്നുന്നുണ്ടാവും ആളാണ് കൂടുതൽ ചെയ്യുന്നതെന്ന്. സോ വല്ല ഫൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ ആ കാര്യം പറയാറുണ്ട്, ഞാനാണ് കൂടുതൽ വർക്ക് ചെയ്യാറ് എന്നുള്ളത് പറയാറുണ്ട്. യെസ്, ഓവർവെൽംഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് തോന്നും നമ്മൾ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ലൈക്ക് ചില പ്രയോറിറ്റീസ് നമുക്ക് കിട്ടുന്നതെന്ന്. ബട്ട് അത് ഒരു ഓവർനൈറ്റ് കൊണ്ട് ഉണ്ടായി കഴിഞ്ഞ കാര്യങ്ങളല്ല. സോ അതിനും കുറേ ടൈം എടുത്തിട്ടുണ്ട്, അതിന് എൻ്റെ കുറേ എഫേർട്ട് പോയിട്ടുണ്ട്, എൻ്റെ ഫാമിലിയിൽ നിന്നും കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതൊരു പ്രിവിലേജ്ഡ് ആവേണ്ട കാര്യമാണെങ്കിൽ കൂടി അതിന് ഞാൻ എഫേർട്ട് എടുത്തിട്ട് ഉള്ളതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്ലാനിങ് ഞാൻ ഭയങ്കരമായിട്ട് പ്ലാനിങ്സ് ഉണ്ടാക്കുന്ന ആളൊന്നും അല്ല. ലൈക്ക് പ്ലാനറിൽ കറക്റ്റായിട്ട് എഴുതി അങ്ങനെ ചെയ്യുന്ന ആളല്ല. ബട്ട് സ്റ്റിൽ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എങ്ങനെയാണ്, ടൈമിങ് എങ്ങനെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇനി അഥവാ മറന്നു പോകുന്ന കാര്യങ്ങളാണെങ്കിൽ ഐ വിൽ സെറ്റ് എൻ അലാം ഫോർ ദാറ്റ്. ലൈക്ക് ചില സമയത്ത് റീൽസ് പോസ്റ്റ് ചെയ്യേണ്ട ടൈം മാറിപ്പോകും, അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ പെട്ടെന്ന് മറന്നു പോകുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് ഓരോ അലാം സെറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ മറന്നു പോകുന്നുള്ളതിന് അങ്ങനെ ചെയ്യും. അല്ലാത്ത കാര്യങ്ങൾ ഓൾറെഡി തലേദിവസം നോട്ട് ചെയ്ത് വെക്കും. എന്താണ് കിഡ്സിന് നാളെ കൊടുത്തു വിടേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ നാളെയൊക്കെ ചെയ്യേണ്ടത്, നാളെ എന്ത് ഇവൻ്റാണ് ഉള്ളത്, നാളെ ഏത് ഡ്രസ്സാണ് ഇത് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യാറുണ്ട്. എവ്രി വൺ തിങ്സ് ലൈക്ക് ദീസ് ഇൻഫ്ലുവൻസസ് ഗെറ്റ് ഭയങ്കര ട്രീറ്റഡ് ആണ്, അല്ലെങ്കിൽ എല്ലാം ഒരു സിൽവർ പ്ലേറ്റിലാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് നിങ്ങൾക്കെല്ലാം ഈസി അല്ലേ എന്നൊക്കെ പറയും. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇതൊന്നും ഓവർനൈറ്റിൽ ഉണ്ടായ ഒരു കാര്യങ്ങളല്ല. ലൈക്ക്
ഇത് കുറേ കാലത്തെ എഫേർട്ടും കുറേ കാലത്തെ ടൈമും നമ്മൾ കൊടുത്തിട്ട് നമുക്ക് അതിന് റിട്ടേൺ ഗിഫ്റ്റ് കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യൂഷ്വലി എനിക്ക് ചലഞ്ചായിട്ടുള്ളത് തോന്നിയിട്ടുള്ളത് ഞാൻ തന്നെ ചില കാര്യങ്ങൾ ഫ്രം ദ സോഴ്സിങ് പാർട്ട് ടു ദ എൻഡ് പാർട്ട്, ലൈക്ക് ഫിനിഷിങ് പാർട്ടിൽ തന്നെ എൻ്റെ കണ്ണ് തന്നെ എല്ലായിടത്തും പോകണം എന്നുള്ളൊരു ഇത്, ലൈക്ക് അത് എൻ്റെ മാത്രം ചിന്തയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ കുറേ ടൈം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ചലഞ്ചിങ് പാർട്ടാണ്. ഞാൻ തന്നെ എല്ലാം ചെയ്താലേ എനിക്ക് ശരിയാവുള്ളൂ എന്ന് തോന്നുന്നത്. ബട്ട് അത് മാത്രമല്ല, പിന്നെ കൺസിസ്റ്റൻസി ഇൻ ബിസിനസ്, ലൈക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടിൽ ദി എൻഡ് വരെ നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിക്കൊണ്ടേയിരിക്കണം. സോ ദാറ്റ് ടു പാർട്ട് ഇസ് ചലഞ്ചിങ് ഫോർ മീ. ഞാൻ 12th വരെ ഒരു നല്ല ഡാൻസർ ആയിരുന്നു എന്നാണ് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ട്സിന് മാത്രമേ അത് അറിയുള്ളൂ. പിന്നെ അത് മാത്രമല്ല, കൂടിയാട്ടം സ്റ്റേറ്റ് ഡാൻസറും കൂടെ ആയിരുന്നു ആ സമയത്ത്. അത് ആർക്കും അറിയില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഫോർ മീ എല്ലാം കറക്റ്റായിട്ട് ചെയ്യാന്നുള്ളതും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതും അല്ല, പക്ഷേ ഉള്ള ഇംപെർഫെക്ഷൻസിലും എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യമായിട്ട് തോന്നാറ്. ലൈക്ക് ഒന്നും ഒരാൾക്ക് ഒരു ദ്രോഹം ചെയ്യാണ്ട് ദോഷവും ചെയ്യാണ്ട് എല്ലാം ബാലൻസ് ചെയ്ത് എനിക്ക് എൻ്റെ ഇംപെർഫെക്ഷൻസോട് കൂടി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ എൻ്റെ സക്സസ് ആയി കാണുന്നത്. ഓക്കെ, ഫോർ എ നല്ല ചായ ഐ തിങ്ക് പെർഫെക്റ്റ് അരോമ ആൻഡ് കളർ, അതാണ് ഏറ്റവും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. ആൻഡ് ഒരു ടിപ്പ് എന്ന് പറയാൻ, ലൈക്ക് മിൽക്ക് ബോയിൽ ചെയ്യുമ്പോൾ തന്നെ ഷുഗർ ആഡ് ചെയ്തിട്ട് ബോയിൽ ചെയ്താൽ you will get a perfect tea. Thank you, Easty and Social PR, for this lovely hamper.